7 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മാംസ്യാഹാര പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. 7 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഊർജത്തിന്റെ ആവശ്യകതകൾ, ചില സസ്യാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. നമുക്ക് ആരംഭിക്കാം. ഒരു ദിവസം 7 മാസം പ്രായമുള്ള കുഞ്ഞിന് ഒരു ദിവസം പൂരക ഭക്ഷണത്തിൽ നിന്ന് 200 കലോറി ആവശ്യമാണ്. അരക്കപ്പ് ഭക്ഷണത്തിന് ഒരു ദിവസം 3 പ്രാവശ്യം നൽകണം. ഏകദേശം 125 മില്ലി ലിറ്ററുകളാണ് ഒരു പകുതി കപ്പ് അല്ലെങ്കിൽ 8 ടേബിൾ സ്പൂൺ ഭക്ഷണം. പൊടിച്ചതും കുഴമ്പ് രൂപത്തിൽ ഉള്ളതുമായ ഭക്ഷണം മാത്രം നൽകണം. കുഞ്ഞിന്റെ ആവശ്യത്തിന് കട്ടിയുള്ളതാകണം. കുഞ്ഞിന്റെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലായ്പ്പോഴും പ്രാദേശികവും കാലാനുസൃതവുമായ ചേരുവകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് ഭക്ഷണ സംയോജനം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 1 വയസ്സുവരെ കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കാതിരിക്കേണ്ടതില്ലെന്ന് ഉറപ്പാക്കുക. 2 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാരയും ശർക്കരയും ചേർക്കരുത്. മാംസ്യാഹാരങ്ങൾ പ്രോട്ടീൻ, മറ്റ് മൈക്രോ ന്യൂട്രിയന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ്. കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും ഈ പോഷകങ്ങൾ അത്യാവശ്യമാണ്. ചിക്കൻ, മുട്ട, മാംസം എന്നിവ പോലുള്ള ഭക്ഷണങ്ങൾ നൽകാം. 7 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മാംസ്യാഹാരങ്ങൾ പാചകക്കുറിപ്പുകൾ നമുക്ക് കാണാം. നമ്മുടെ ആദ്യത്തെ പാചകക്കുറിപ്പ് ഉണങ്ങിയ മത്സ്യപ്പൊടിയാണ്. ഈ പൊടി ഉണ്ടാക്കാൻ ഉണങ്ങിയ ബോംബെ താറാവ് മത്സ്യം ആവശ്യമാണ്. പാചകം ചെയ്യുന്ന രീതി: 4 മുതൽ 5 ഉണങ്ങിയ ബോംബെ താറാവ് മത്സ്യം എടുക്കുക. ഒരു കത്തി അല്ലെങ്കിൽ ഒരു കത്രിക ഉപയോഗിച്ച് തല, വാൽ, ചിറകുകൾ മുറിച്ച് അത് വൃത്തിയാക്കുക. തുടർന്ന് ഉണങ്ങിയ മത്സ്യം ഇടത്തരം വലുപ്പമുള്ള കഷ്ണങ്ങളായി മുറിക്കുക. 5 മുതൽ 10 മിനിറ്റ് വരെ ചെറുതീയിൽ ഈ കഷ്ണങ്ങൾ ഒരു ചട്ടിയിൽ വറക്കുക. അത് തണുപ്പിക്കുക. തുടർന്ന് നന്നായി പൊടിക്കുക. ഉണക്ക മത്സ്യപ്പൊടി തയ്യാറാണ്. ഇത് ഒരു എയർടൈറ്റ് ആയ പാത്രത്തിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. ഈ പൊടിയുടെ 1 മുതൽ 2 ടീസ്പൂൺ വരെ കുഞ്ഞിന്റെ ഭക്ഷണത്തിലേക്ക് ചേർക്കാം. ഈ പൊടി ഉണ്ടാക്കാൻ ഏതെങ്കിലും പ്രാദേശിക ഉണക്ക മത്സ്യം ഉപയോഗിക്കാം. രണ്ടാമത്തെ പാചകക്കുറിപ്പ് മുട്ട, ചെറുപയർ എന്നിവയുടെ കുഴമ്പാണ്. ഈ പാചകക്കുറിപ്പിനായി നമുക്ക് ആവശ്യമായവ: ഒരു വേവിച്ച മുട്ട, 1 ടേബിൾ സ്പൂൺ ചെറുപയർ. പാചകം ചെയ്യുന്ന രീതി: 6 മുതൽ 8 മണിക്കൂർ വരെ ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. വെള്ളം ഒഴിച്ച് ചെറുപയർ തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. മുളയ്ക്കുന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. വേനൽക്കാലത്തേക്കാൾ ശൈത്യകാലത്ത് മുളയ്ക്കാൻ കൂടുതൽ സമയമെടുക്കും. മുളകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ 5 മുതൽ 10 മിനിറ്റ് വരെ വെള്ളത്തിൽ തിളപ്പിക്കുക. അത് തണുപ്പിച്ച് 1 സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ശുദ്ധമായ കൈകളോ ഉപയോഗിച്ച് അത് പൊടിച്ചെടുക്കുക. ഒരു പ്ലേറ്റിൽ വേവിച്ച മുട്ടയെടുക്കുക. പുറന്തോട് നീക്കം ചെയ്ത് 1 സ്പൂൺ അല്ലെങ്കിൽ ശുദ്ധമായ കൈകൾ ഉപയോഗിച്ച് മുട്ട പൊടിച്ചെടുക്കുക. ഇപ്പോൾ പൊടിച്ച മുട്ട മുളപ്പിച്ച ചെറുപയറുമായി കലർത്തുക. ഇത് സേവിക്കാൻ തയ്യാറാണ്. ചിക്കൻ കരളും പഞ്ഞപ്പുല്ല് കുറുക്കുമാണ് നമ്മുടെ അടുത്ത പാചകക്കുറിപ്പ്. ഈ പാചകക്കുറിപ്പിന് ആവശ്യമായവ: ഒരു ചിക്കൻ കരൾ, 1 ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ല്, അര നാരങ്ങ, നുള്ള് മഞ്ഞപ്പൊടി. പാചകം ചെയ്യുന്ന രീതി: ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ലിറ്റിൽ മില്ലറ്റ് വയ്ക്കുക. 8 മുതൽ 10 മണിക്കൂർ വരെ കഴുകി മുക്കി വയ്ക്കുക. അടുത്തതായി ഒരു പാത്രത്തിൽ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കരൾ എടുക്കുക.
അര നാരങ്ങയും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ചേർക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെ അത് മാറ്റിവെക്കുക. അടുത്തതായി അരക്കപ്പ് വെള്ളത്തിൽ ചട്ടിയിൽ ചിക്കൻ കരൾ വേവിക്കുക. 7 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കുക. അത് തണുപ്പിച്ച് ഒരു സ്പൂൺ അല്ലെങ്കിൽ ശുദ്ധമായ കൈകൊണ്ട് പൊടിക്കുക. അതിനുശേഷം കുതിർത്ത പഞ്ഞപ്പുല്ല് നന്നായി കഴുകുക. 1 കപ്പ് വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യാൻ ഒരു പാത്രത്തിൽ ഇടുക. വെള്ളം വറ്റുന്നതുവരെ കുറഞ്ഞ തീയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കുക. അത് പൊടിച്ച കരൾ ചേർത്ത് നന്നായി ഇളക്കുക. ചിക്കൻ കരളും ചെറിയ പഞ്ഞപ്പുല്ല് കഞ്ഞിയും തയ്യാറാണ്. ഇനി നമുക്ക് അസ്ഥിച്ചാറിന്റെ പാചകക്കുറിപ്പ് നോക്കാം. ഈ പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായവ: 200 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ആട് എല്ലുകൾ, 2 അരിഞ്ഞ തക്കാളി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നെയ്യ്. പാചകം ചെയ്യുന്ന രീതി: ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കുക, അരിഞ്ഞ തക്കാളി ചേർക്കുക, ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. കുറഞ്ഞ തീയിൽ 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായി ഇളക്കുക. വൃത്തിയാക്കിയ ആട് എല്ലുകൾ ചേർക്കുക. 1 ലിറ്റർ വെള്ളം ചേർക്കുക. ഏകദേശം 30 മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിക്കുക. അത് തണുക്കുമ്പോൾ അസ്ഥികളെ വേർതിരിച്ച ചാറ് എടുക്കുക. ഈ ചാറ് കുഞ്ഞിന്റെ ഭക്ഷണത്തിലെ വെള്ളത്തിന് പകരമായി ഉപയോഗിക്കാം. തേങ്ങാപ്പാലിന് പകരമായി ഇത് ഉപയോഗിക്കാം. ഈ പാചകങ്ങളിലെല്ലാം പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, കൊളീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഡി പോലുള്ള വിറ്റാമിനുകളുടെ ഉറവിടങ്ങളാണ് ഈ പാചകക്കുറിപ്പുകൾ. എ, B2, B9 കൂടാതെ B12 എന്നിവയും കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, സിങ്ക്, സെലിനിയം എന്നിവയും ഉണ്ട്. നല്ല ആരോഗ്യത്തിനായി കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഈ പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.